നൈസ് ലേണിംഗ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാൻ ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. ഇന്നത്തെ ഈ വീഡിയോയിൽ +1 ബയോളജിയിലെ ദ ലിവിങ് വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ടാക്സോണമിക് കാറ്റഗറീസ് എന്ന് പറയുന്ന ഭാഗം മുതലാണ് എടുക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എന്താണ് ലിവിങ് എന്നും ഡൈവേഴ്സിറ്റി ഇൻ ദ ലിവിങ് വേൾഡൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ടാക്സോണമിക് കാറ്റഗറീസ് എന്താണെന്നാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. Classification is not a single step process but involves hierarchy of steps in which each step represents a rank or category. Since the category is a part of overall taxonomic arrangement, it is called the taxonomic category, and all categories together constitute the taxonomic hierarchy. Each category referred to as a unit of classification in fact represents a rank and is commonly termed as taxon. Taxonomical studies of all non-organisms have led to the development of common categories such as kingdom, phylum or division for plants, class, order, family, genus and species. All organisms, including those in the plant and animal kingdoms, have species as the lowest category. Now, the question you may ask is how to place an organism in various categories. The basic requirement is the knowledge of characters of an individual or a group of organisms. This helps in identifying similarities and dissimilarities among the individuals of the same kind of organisms as well as of other kinds of organisms. അപ്പോൾ എന്താണ് ടാക്സോണമിക് കാറ്റഗറി? നമുക്കറിയാമല്ലോ, നമ്മൾ കാണുന്ന ഒരു റോസാപ്പൂ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് റോസാപ്പൂ എന്നറിയാം. ഒരു ഡോഗിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഡോഗ് എന്നറിയാം. ഈ ഡോഗിൻ്റെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഉണ്ട്, റോസാപ്പൂവിൻ്റെതായിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഒരു സ്പെഷ്യൽ പ്ലാന്റ് അല്ലെങ്കിൽ ആനിമൽ അതിന് നമ്മൾ അതിൻ്റെതായിട്ടുള്ള ക്യാരക്ടേഴ്സ് അനുസരിച്ച് നമ്മൾ ഓരോരോ ഗ്രൂപ്പിലായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈച്ച് കാറ്റഗറി. ഇപ്പോൾ റോസാപ്പൂ അല്ലെങ്കിൽ റോസാ ചെടി എന്ന് പറയുന്നത് അതൊരു കാറ്റഗറിയാണ്. അതുപോലെ അതിൻ്റെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് എന്താണ്? ആ റോസാപ്പൂവെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു ക്യാരക്ടേഴ്സ് അതിനുണ്ട് ആണല്ലോ. അതിനൊരു മുള്ളുള്ള ചെടിയാണ്. അപ്പോൾ അതിൻ്റെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് റോസാപ്പൂവെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ചില അതിൻ്റെ പൂവിൻ്റെ പ്രത്യേകത. അപ്പോൾ അതെല്ലാം കൊണ്ട് നമ്മൾ അതിനൊരു കാറ്റഗറി ആക്കും, അതിനൊരു ഗ്രൂപ്പാക്കും. ദാറ്റ് ഈസ് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന പ്ലാന്റ് അടുത്ത കാറ്റഗറി. അപ്പോൾ അതെല്ലാം കൂടി ചേർത്ത് ഒരു കാറ്റഗറി ആക്കും. ദാറ്റ് ഈസ് അതിൻ്റെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് അനുസരിച്ച് നമ്മളതിനെ ഓരോരോ ഗ്രൂപ്പിലാക്കുന്നതിനെയാണ് നമ്മളതിനെ കാറ്റഗറീസ് എന്ന് പറയുന്നത്. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന പ്ലാന്റ് കൂട്ടിച്ചേർത്ത് വേറൊരു കാറ്റഗറി, പിന്നെ അതിൻ്റെ സ്പെഷ്യൽ ആ പ്ലാന്റ് അതിലുൾപ്പെടുന്ന പ്ലാന്റ് എല്ലാം കൂടെ ചേർത്തിട്ടൊരു ഗ്രൂപ്പ് ആക്കുമ്പോൾ അത് വേറൊരു ക്യാരക്ടേഴ്സ്. അങ്ങനെ നമ്മളതിൻ്റെ ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്നു. ദാറ്റ് ഈസ് ടാക്സോണമിക് ഹയറാർക്കി. നമ്മൾ ഓരോ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് വെച്ചിട്ട് ഓരോ ഗ്രൂപ്പ് വൈസ് അതിനെ തിരിക്കുന്നു. ദാറ്റ് ഈസ് ടാക്സോണമിക് കാറ്റഗറി. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും നെക്സ്റ്റ് ഇങ്ങോട്ട്. അപ്പോഴേ നിങ്ങൾക്കത് കൂടുതലായിട്ട് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഓരോരോ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആനിമൽസിനായാലും പ്ലാന്റ്സിനായാലും നമ്മളൊരു സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് വെച്ചിട്ട് നമ്മളതിനെ ഡിഫൈൻ ചെയ്ത് മാറ്റുന്നു. ദാറ്റ് ഈസ് ടാക്സോണമിക് കാറ്റഗറി. ഈ ഓരോ കാറ്റഗറിയും ചേർന്ന് വരുമ്പോൾ ദാറ്റ് ഈസ് ടാക്സോണമിക് ഹയറാർക്കി. നമ്മൾ അതിനൊരു ഓരോരോ അറേഞ്ച്മെൻറ്റിലാക്കും. ദാറ്റ് മീൻസ് സ്പീഷീസ്, ജീനസ്, അങ്ങനെ ഓരോരോ ഓർഡറിലേക്ക് നമ്മളതിനെ ഡൈവേർട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് നമ്മൾ ഒരുമിച്ച് ചേർക്കുമ്പോഴാണ് ദാറ്റ് ഈസ് ടാക്സോണമിക് ഹയറാർക്കി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു കാറ്റഗറീസ് നമുക്ക് അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് ഇവ ഇങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ് നമുക്കിങ്ങനെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് വെച്ചിട്ട് ഒരു അറേഞ്ച്മെൻറ്റ് കൊടുക്കുന്നതിനുള്ള അല്ലെങ്കിൽ സ്പെഷ്യൽ കാറ്റഗറീസിലോട്ടാക്കുന്നതിനുള്ള യൂസ് എന്താണെന്നാണ്. നമുക്കറിയാമല്ലോ എന്താണ്, നമുക്കത് ഒരു സിമിലാരിറ്റീസ് ഉള്ളതും അതിൽ ഡിസിമിലാരിറ്റീസും ഉള്ള
ഇൻഡിവിജ്വൽസിനെ. അതൊരു ഗ്രൂപ്പിൽ നിന്നാവട്ടെ അല്ലെങ്കിൽ വ്യത്യസ്ത ഗ്രൂപ്പിലുള്ള ആനിമൽസിൽ നിന്നാവട്ടെ നമുക്കതിൻ്റെ സ്വഭാവം അല്ലെങ്കിൽ അതിൻ്റെ ക്യാരക്ടേഴ്സ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നു. ദാറ്റ് ഈസ് ഡോഗ് എന്ന് പറയുമ്പോൾ ഡോഗിന് ഡോഗിൻ്റെതായിട്ടുള്ളൊരു ക്യാരക്ടറുണ്ട് അല്ലേ, അതിന് ഡോഗ് എന്ന് തിരിച്ചറിയാൻ കഴിയുന്ന കാര്യം. അതുപോലത്തെ അതായത് സിമിലാരിറ്റീസ് ആയിട്ട് വരുന്ന ആനിമൽസ് ഉണ്ട്. ലൈക്ക് നമ്മുടെ ചെന്നായൊക്കെ ഏകദേശം അതുപോലത്തെ രൂപത്തിൽ വരുന്ന ആനിമൽസ് ആണ്. എന്നാൽ ആ വാസ്റ്റ് ഡിഫറൻസ് ആയിട്ട് വരുന്ന നമ്മുടെ കൗവ്. അപ്പോൾ അങ്ങനെയുള്ള ഓരോരോ കാറ്റഗറീസ് നമ്മൾ ഇന്നും കണ്ടുപിടിക്കാത്ത ആനിമൽസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു ആനിമൽസ് നമ്മൾ ജസ്റ്റ് ഒന്ന് അപ്രതീക്ഷിതമായിട്ട് നമുക്ക് നമ്മുടെ വേൾഡിൽ നമ്മൾ കാണുമ്പോൾ നമ്മൾ ആ ആനിമൽസിൻ്റെ അടുത്തിട്ട് ഇത് ഇതുവരെ കണ്ടിട്ടില്ലല്ലോ, നമുക്കിതിൻ്റെ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഇന്ന ആനിമൽസിൻ്റെ ക്യാരക്ടറുമായിട്ട് സിമിലാരിറ്റീസ് ഉണ്ട് എന്ന് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഓരോ ആനിമൽസിനെയും അതിൻ്റേതായിട്ടുള്ള ക്യാരക്ടേഴ്സ് അനുസരിച്ച് നമ്മൾ അതിനെ ഗ്രൂപ്പ് വൈസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന ആനിമൽസിൽ വരുന്ന ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഇന്ന ഓർഡറിൽ വരുന്ന ആനിമൽസിന് ഇന്ന ക്യാരക്ടേഴ്സ് ഉണ്ട് എന്ന് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കൊരു ആനിമൽസിനെ പുതുതായിട്ട് കണ്ടെത്തുമ്പോഴും നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, നമുക്ക് അത് ഇന്ന ഗ്രൂപ്പിൽ വരുന്നതാണ് അല്ലെങ്കിൽ ഇന്ന ഓർഡറിൽ വരുന്നതാണ് അല്ലെങ്കിൽ ഇന്ന സ്പീഷീസാണ് അല്ലെങ്കിൽ ഇന്ന ഫാമിലിയിൽ വരുന്നതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അപ്പോൾ ഓരോ ഫാമിലി അല്ലെങ്കിൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഓർഡർ അല്ലെങ്കിൽ ക്ലാസ് അങ്ങനെ ഓരോ ഇതിന് വൈസ് നമ്മൾ എഴുതുമ്പോഴും അല്ലെങ്കിൽ ഓരോരോ ക്ലാസ് അല്ലെങ്കിൽ ഓരോ ഇതിന് നമ്മൾ ഓരോ ക്യാരക്ടേഴ്സ് ഡിഫൈൻ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇന്ന ക്യാരക്ടേഴ്സ് ആണെങ്കിൽ ഇന്ന ഗ്രൂപ്പിൽ വരുന്ന ആനിമൽസ് ആണെന്ന് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. സോ അതാണ് അതിൻ്റെ യൂസ്. നമുക്ക് ഇങ്ങനെ കാറ്റഗറീസ് ആയിട്ട് തിരിച്ച് അല്ലെങ്കിൽ ഒരു ടാക്സോണമിക്കൽ ഓർഡർ അല്ലെങ്കിൽ കാറ്റഗറീസ് അല്ലെങ്കിൽ ഹൈറാർക്കി നമ്മൾ ഉണ്ടാക്കി വെക്കുന്നതിൻ്റെ ഗുണം അതാണ്. കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ ബൈനോമിയൽ നോമൻക്ലേച്ചറൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് സ്പീഷീസ് നെയിമും നമ്മുടെ ജനറിക് ജീനസ് നെയിമും എഴുതുന്ന രീതിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഇനിയുള്ള കാര്യങ്ങൾ പറയുന്നത് മനസ്സിലാവുള്ളൂ. ഫസ്റ്റ് വൺ ഈസ് സ്പീഷീസ്. Taxonomic studies consider a group of individual organisms with fundamental similarities as a species. One should be able to distinguish one species from the other closely related species based on the distinct morphological differences. Let us consider Mangifera indica, Solanum tuberosum, potato, and Panthera leo, lion. All the three names indica, tuberosum, and leo represent the specific epithets. Last വരുന്ന names ആണ് നമ്മൾ സ്പീഷീസ് നെയിമായിട്ട് സ്പെസിഫിക് എപ്പിത്തറ്റ്സ് ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. While the first words Mangifera, Solanum, and Panthera are genus name, that is genera, and represents another higher level of taxon or category. അത് അടുത്ത ലെവലുള്ള കാറ്റഗറിനെയാണ് റിപ്രസെൻറ്റ് ചെയ്യുന്നത്. ടാക്സോൺ കാറ്റഗറി ഓർ ടാക്സോണിനെയാണ് റിപ്രസെൻറ്റ് ചെയ്യുന്നത്. Each genus may have one or more than one specific epithets representing different organisms but having morphological similarities. For example, Panthera has another specific epithet called tigris, and Solanum includes species like nigrum and melongena. Human beings belong to the species sapiens, which is grouped in the genus Homo. The scientific name thus for human being is written as Homo sapiens. അപ്പോൾ ഹോമോ സാപ്പിയൻസിൽ സാപ്പിയൻസ് ആണ് സ്പീഷീസിനെ ഡിനോട്ട് ചെയ്യുന്നത്. അതായത് ഒരു ആനിമൽ അല്ലെങ്കിൽ ഒരു പ്ലാന്റിൻ്റെ സ്പെഷ്യലി ഏറ്റവും അതിന് മാത്രമായിട്ട് കാണപ്പെടുന്ന ചില ക്യാരക്ടേഴ്സ് ഉണ്ട്. ആ ക്യാരക്ടേഴ്സ് ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ അതിനെ സ്പീഷീസ് എന്ന് വിളിക്കും. നമുക്കറിയാം നമ്മുടെ ക്യാറ്റിൻ്റേതായിട്ടുള്ള സ്പെഷ്യൽ ക്യാരക്ടറുണ്ട്. ആ ക്യാറ്റെന്ന് നമ്മൾ തിരിച്ചറിയുന്ന അതാണ് സ്പീഷീസ്. ദാറ്റ് ഈസ് സ്പീഷീസ്. ക്യാറ്റിൻ്റെ മാത്രം ക്യാരക്ടേഴ്സ്. അങ്ങനെ ഡോഗ് എന്ന് തിരിച്ചറിയാൻ മാത്രം പറ്റുന്ന ക്യാരക്ടേഴ്സ്. ദാറ്റ് ഈസ് ക്യാറ്റും ഡോഗും ഒക്കെ ഒരു ഫാമിലിയിലൊക്കെ തന്നെ വരുന്ന ആൾക്കാരാണ്. പക്ഷേ എങ്കിൽ നമുക്കത് ക്യാറ്റെന്ന് മാത്രം തിരിച്ചറിയാനും ഡോഗിനെ ഡോഗെന്ന് തിരിച്ചറിയാനും ഹോമോസാപ്പിയൻസ് അതായത് മനുഷ്യനാണെന്ന് തിരിച്ചറിയാനുമുള്ള ആ ഒരു സ്പെഷ്യൽ അവരുടേതായിട്ടുള്ള ക്യാരക്ടേഴ്സ്, ദാറ്റ് ഈസ് സ്പീഷീസ്. ഇത്ര നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളൂ. സ്പീഷീസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ക്യാറ്റിനെ ക്യാറ്റെന്നും ഡോഗിനെ ഡോഗെന്നും ഹ്യൂമൻ ബീങ്സ് അതിൽ മനുഷ്യനെന്നും തിരിച്ചറിയാൻ കഴിയുന്ന ചില സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് അവരാക്കുന്ന ഒരു ക്യാരക്ടറുണ്ട്, ദാറ്റ് ഈസ് സ്പീഷീസ്. അവർക്ക് മാത്രമുള്ള ചില ക്യാരക്ടേഴ്സാണ്. അവയെ നമ്മളൊരു പ്രത്യേക ഗണത്തിൽപ്പെടുത്തുന്നു. ആ ഗണമാണ് സ്പീഷീസ് എന്ന് പറയുന്നത്. അടുത്തത് ജീനസ്.
Genus comprises a group of related species which has more characters in common in comparison to species of other genera. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം റിലേറ്റഡ് ആയിട്ടുള്ള സ്പീഷീസിനെ ഏകദേശം സ്വഭാവ ഗുണങ്ങൾ ഒരുപോലെ വരുന്ന സ്പീഷീസുകളുണ്ടാവും. ആ സ്പീഷീസുകളെല്ലാം കൂടെ നമ്മൾ ഒരു ജീനസിൽ പെടുത്തുന്നു. അതാണ് ജീനസ് നെയിം. We can say that genera are aggregates of closely related species. For example, potato and brinjal are two different species, but both belong to the genus Solanum. അതായത് നമുക്കറിയാം നമ്മുടെ പൊട്ടറ്റോയും ബ്രിഞ്ചലും രണ്ട് സ്പീഷീസാണ്, രണ്ട് വെജിറ്റബിൾ ഐറ്റംസ് ആണ്. ആ രണ്ട് വെജിറ്റബിൾ ഐറ്റംസിനെയും പ്രത്യേകം തിരിച്ചറിയാനുള്ള ക്യാരക്ടർ സ്പീഷീസ്. അത് പൊട്ടറ്റോ എന്ന് പറയുന്നതും ബ്രിഞ്ചൽ എന്ന് പറയുന്നതും ആ വ്യത്യാസം നമുക്ക് കാണിക്കുന്നത് സ്പീഷീസാണ്. എന്നാൽ ബ്രിഞ്ചലും പൊട്ടറ്റോയും എന്താണ്, വെജിറ്റബിൾ ആണ്. ആ രണ്ട് ഒരുപോലെയുള്ള ആ ക്യാരക്ടേഴ്സ് ഉൾപ്പെടുത്തുകൊണ്ട്, അതായത് സിമിലാരിറ്റീസ് ഏകദേശം അടുത്ത് വരുന്ന സിമിലാരിറ്റീസ് ഉൾപ്പെടുത്തുന്ന സ്പീഷീസുകളെ നമ്മളൊരു ഗ്രൂപ്പിലാക്കുന്നു. ദാറ്റ് ഈസ് ജീനസ്. അവരെല്ലാവരുടെയും കൂടെ ജീനസ് ഒന്ന് തന്നെയാണ്. അതായത് പൊട്ടറ്റോയുടെയും ബ്രിഞ്ചലിൻ്റെയും ജീനസ് നെയിം ഈസ് സൊളാനം. ദറ്റ് ഈസ് അതുപോലെ തന്നെ ലൈക്ക് വൈസ് നമ്മുടെ ലയൺ ഈസ് പാന്തറ ലിയോ ആണ്. ലിയോപാഡ് പാന്തറ പാരഡസ് ആണ്. ലിയോ ഈസ് ദ സ്പീഷീസ് നെയിം ഓഫ് ലയൺ. പാരഡസ് ഈസ് ദ സ്പീഷീസ് നെയിം ഓഫ് ലിയോപാഡ്. ദാറ്റ് ഈസ് രണ്ടും. അതുപോലെ തന്നെ ടൈഗർ പാന്തറ ടൈഗ്രിസ് ആണ്. അപ്പോൾ ഈ ടൈഗ്രിസ് ഈസ് ദ സ്പീഷീസ് നെയിം. ദാറ്റ് ഈസ് ദീസ് ഗ്രൂപ്പ് ഓഫ് ആനിമൽസ് ദ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് നമ്മളൊരു ഗ്രൂപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ജീനസ് നെയിമിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ദാറ്റ് ഈസ് ജീനസ് നെയിം. പാന്തറ ലിയോ ലയൻ്റെ നെയിമാണ്. ബൈനോമിയൽ നോമൻക്ലേച്ചർ ആണ്. അതുപോലെ തന്നെ ലിയോപാഡിൻ്റെത് പാന്തറ പാരഡസ് ആൻഡ് ടൈഗറിൻ്റെത് പാന്തറ ടൈഗ്രിസ്. ദാറ്റ് ഈസ് ജീനസ് നെയിം ഈസ് സെയിം. അപ്പോൾ സെയിം ക്യാരക്ടേഴ്സ് ഉള്ള ആനിമൽസിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഗ്രൂപ്പിലാക്കുന്നു. ദാറ്റ് ഈസ് ജീനസ് നെയിം. ഓരോ ആനിമൽസിൻ്റെയും പ്രത്യേകം കാറ്റഗറി, ദാറ്റ് ഈസ് എ സ്പീഷീസ് നെയിം. ഏകദേശം സിമിലർ ആയിട്ട് വരുന്ന സ്പീഷീസുകളെല്ലാം കൂടെ ഉൾപ്പെടുത്തി ഇടുന്ന പേര് ജീനസ് ആണ്. ഓക്കെ, ഇത് മനസ്സിലാക്കാൻ അധികം പാടൊന്നുമില്ല. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇത് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നന്നായിട്ട് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഓൺ റൈറ്റിങ്ങിൽ ഇരുന്ന് എഴുതാം. Next one is family. The next category, family has a group of related genera with a still less number of similarities as compared to genus and species. നമ്മൾ ജീനസിനെ സ്പീഷീസ് എന്ന് പറഞ്ഞു. ആ ഏകദേശം ഒരുപോലെ വരുന്ന സ്പീഷീസ് എല്ലാം കൂടെ ജീനസിലാക്കി. ഇനി ഒരേ ജീനസിൽ വരുന്ന ക്യാരക്ടേഴ്സ് എല്ലാം കൂടെ നമ്മളൊരു ഫാമിലി ആക്കി മാറ്റുന്നു, അല്ലേ? ഫാമിലീസ് ആർ ക്യാരക്ടറൈസ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ബോത്ത് വെജിറ്റേറ്റീവ് ആൻഡ് റീപ്രൊഡക്റ്റീവ് ഫീച്ചേഴ്സ് ഓഫ് പ്ലാന്റ് സ്പീഷീസ്. എമംഗ് പ്ലാന്റ്സ്, ഫോർ എക്സാമ്പിൾ, 3 different genera, Solanum, Petunia and Datura are placed in the family Solanaceae. എല്ലാവരും വരുന്നത് സൊളനേസി എന്ന് പറഞ്ഞ ഫാമിലിയാണ്. അപ്പം ഒരേപോലെയുള്ള ജീനസ്, ഏകദേശം ജീനസ് എല്ലാം കൂടെ ഒരുപോലെ വരുന്ന സിമിലാരിറ്റീസ് വരുന്ന ജീനസ് എല്ലാം കൂടെ നമ്മളൊരു ഫാമിലിയിൽ ഉൾപ്പെടുത്തുന്നു. അതിന് എക്സാമ്പിളാണ് ഇപ്പോൾ പറഞ്ഞത്. എമംഗ് ആനിമൽസ്, ഫോർ എക്സാമ്പിൾ, ജീനസ് പാന്തറ കംപ്രൈസിങ് ലയൺ, ടൈഗർ, ലിയോപാഡ് ആണല്ലോ. ഈസ് പുട്ട് അലോങ് വിത്ത് ജീനസ് ഫെലിസ് എന്ന് പറയുന്നത് ക്യാറ്റിൻ്റെ ജീനസ് ആണല്ലോ. ഇവയെല്ലാം കൂടെ നമ്മൾ എന്ത് ഫാമിലി ഫെലിഡേ. ഫെലിസ് ക്യാറ്റ്സ് എന്ന് പറയുന്ന ഫാമിലി ഫെലിഡേ. സിമിലർലി, ഇഫ് യു ഒബ്സർവ് ദ ഫീച്ചേഴ്സ് ഓഫ് എ ക്യാറ്റ് ആൻഡ് എ ഡോഗ്, യു വിൽ ഫൈൻഡ് സം സിമിലാരിറ്റീസ് ആൻഡ് സം ഡിഫറൻസസ് ആസ് വെൽ. അവയ്ക്ക് സിമിലാരിറ്റീസും ഉണ്ട്, എന്നാൽ ഡിഫറൻസും ഉണ്ട്. ദേ ആർ സെപ്പറേറ്റ് ഇൻ ടു ഡിഫറെൻറ്റ് ഫാമിലീസ്. അവയെ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫാമിലീസിൽ ഉൾപ്പെടുത്തുന്നത്. എന്തൊക്കെയാണ് ആ ഫാമിലീസ്? ഫെലിഡേ ആൻഡ് കാനിഡേ റെസ്പെക്റ്റീവ്ലി. ഓക്കെ, രണ്ട് ഫാമിലിയിലാക്കി മാറ്റുന്നു. കാരണം അവർ ഏകദേശം ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇനി അടുത്ത് അവരെന്ത് ചെയ്യും, ഒരു ഓർഡറിലേക്ക് വരും. മനസ്സിലായല്ലോ? ഇനി അടുത്ത് നെക്സ്റ്റ് വൺ ഈസ് ഓർഡർ. You have seen earlier that categories like species, genus and families are based on a number of similar characters. Generally, order and other higher taxonomy categories are identified based on the aggregates of characters. Order being a higher category is the assemblage of families which exhibit a few similar characters. The similar characters are less in number as compared to different genera included in a family. Plant families like Convolvulaceae, Solanaceae are included in the order Polymoniales, mainly based on the floral characters. The animal order Carnivora includes families like Felidae and Canidae. ഓക്കെ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മൾ പറഞ്ഞ ക്യാറ്റും
നമ്മുടെ ഡോഗും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫാമിലി ആയിരുന്നു. അത് ഫെലിഡേ ക്യാറ്റിൻ്റെ ഫാമിലിയും കാനിഡേ എന്താണ് ഡോഗിൻ്റെ ഫാമിലി ആയിരുന്നു. നമ്മൾ രണ്ടും കൂടെ ചേർത്തിട്ട് കാർണിവോറ എന്ന് പറയുന്ന ഓർഡറിൽ ഉൾപ്പെടുത്തി. അതുപോലെ തന്നെ പ്ലാന്റിൻ്റെ കാര്യത്തിലും സിമിലറായിട്ട് വരുന്ന ഫാമിലീസ് നമ്മൾ സിമിലർ ക്യാരക്ടേഴ്സ് ഉൾക്കൊള്ളുന്ന നമ്മൾ ഓരോ ഫാമിലിയിലാക്കുന്നു. ഓരോരോ ഫാമിലി ഫാമിലിയിൽ വരുന്ന ക്യാരക്ടേഴ്സ് പൊതുവായിട്ട് നമ്മൾ എടുത്തിട്ട് അതിനൊരു സിമിലർ ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ ആ ഫാമിലീസ് എല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ദാറ്റ് ഈസ് ഒരു ഓർഡറിലേക്ക് മാറ്റുന്നു. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ക്ലാസ് ആണ്. ക്ലാസ് എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ ഈ ഒരുപോലെ ഓർഡറിൽ ഉൾപ്പെടുന്ന വിഭാഗങ്ങളെല്ലാം കൂടെ നമ്മളൊരു ക്ലാസ്സിലേക്ക് മാറ്റും. ഓക്കെ, ക്ലാസ്. ദിസ് കാറ്റഗറി ഇൻക്ലൂഡ്സ് റിലേറ്റഡ് ഓർഡേഴ്സ് ആണല്ലോ. റിലേറ്റഡ് ആയിട്ടുള്ള ഓർഡേഴ്സ്, അത് ഒരേ സ്വഭാവത്തിൽ ഉൾപ്പെടുന്ന ഒരു ഓർഡർ നമ്മൾ ഓരോ കൂട്ടത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ഓർഡേഴ്സ് എല്ലാം കൂടെ ഒരു ഗ്രൂപ്പിലാക്കുന്നു, ദാറ്റ് ഈസ് ക്ലാസ്. For example, order Primata comprising monkey, gorilla and gibbon is placed in class Mammalia. Okay, ക്ലാസ് മമേലിയ എന്ന് പറയുന്ന ക്ലാസ്സിൽ വരുന്നതാണ് നമ്മുടെ മങ്കി, ഗൊറില്ല ആൻഡ് ഗിബൺ. മങ്കി ഒരു സ്പെഷ്യൽ സ്പീഷീസ് ആണ്, ഗൊറില്ല ഒരു സ്പീഷീസ് ആണ്, ഗിബൺ ഒരു സ്പീഷീസ്. നമ്മളിവരെല്ലാം കൂടെ എന്ത് ചെയ്യുന്നു, ഒരേ ക്യാരക്ടേഴ്സ് ഉൾപ്പെടുന്നു, നമ്മൾ മമേലിയ എന്ന് പറയുന്ന ക്ലാസ്സിൽ ഉൾപ്പെടുത്തി. along with the order carnivore. അവരുടെ ഓർഡർ എന്ത് തന്നെയാണ്, കാർണിവോറയാണ്. ദറ്റ് ഇൻക്ലൂഡ്സ് ആനിമൽസ് ലൈക്ക് ടൈഗർ, കാറ്റ്സ്, ഡോഗ്. ക്ലാസ് മമേലി ഹാസ് അതർ ഓർഡേഴ്സ് ഓൾസോ. ഓക്കെ, അപ്പം നമ്മൾ ഇവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മമേലി എന്ന് പറയുന്ന ഓർഡറിൽ വന്നു. ഏകദേശം ഓരോരോ നമ്മൾ തുടങ്ങിയ സ്പീഷീസിൽ നിന്ന് അല്ലേ, സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ദെൻ ക്ലാസ് അല്ലേ, ക്ലാസ് വരെ. ഇനി ക്ലാസ് നമ്മൾ ഓരോ ക്ലാസ് ആക്കി വെച്ചിട്ടുണ്ട് അല്ലേ. ഇനി ഒരേ ക്ലാസ്സിൽ വരുന്ന ഓരോരോ ഗ്രൂപ്പിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഫൈലത്തിലേക്ക് ഉൾപ്പെടുത്തും. നോക്കാം. നെക്സ്റ്റ് വൺ ഈസ് ഫൈലം. Classes comprising animals like fishes, amphibians, reptiles, birds, along with mammals constitute the next higher category called phylum. All these based on the common features like presence of notochord and dorsal hollow neural system are included in phylum Chordata. In case of plants, classes with a few similar characters are assigned to a higher category called division. നമ്മൾ പ്ലാന്റിൻ്റെ കേസിൽ ഫൈലം എന്നല്ല കേട്ടോ പറയുന്നത്, അവരെ നമുക്ക് ഡിവിഷൻ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. എന്നാൽ ആനിമൽസിൻ്റെ കേസിൽ നമ്മൾ ഫൈലം എന്നാണ് പറയുന്നത്. അത് ഫിഷസ്, ആംഫിബിയൻസ്, ഫിഷസ് അറിയാമല്ലോ, ആംഫിബിയൻസ് അറിയാമല്ലോ, റെപ്റ്റൈൽസ് അറിയാമല്ലോ, ബേർഡ്സ് അറിയാമല്ലോ. ഇങ്ങനെയുള്ള ഓരോരോ ഓർഡേഴ്സ് അല്ലെങ്കിൽ ക്ലാസ്സസിന് നമ്മൾ എന്ത് ചെയ്യുന്നു, മാമൽസ് എന്ന് പറയുന്ന കാറ്റഗറി ആയിട്ടുള്ള നമ്മുടെ ഫൈലം കാറ്റഗറിയാണ് കേട്ടോ, അതിലേക്ക് നമ്മൾ ഉൾപ്പെടുത്തുന്നു. ഓൾ ദീസ് എന്തിൻ്റെ ക്യാരക്ടർ, ചില സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, അതായത് ഇന്ന ക്ലാസ്സിൽ വരുന്ന ആനിമൽസിൻ്റെ ഒരു ഗ്രൂപ്പ്, അവരുടെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് നമ്മൾ അതിനെ മാറ്റിയിട്ടുണ്ടാവും. ആ ക്യാരക്ടേഴ്സ് എല്ലാം കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്തൊരു ഗ്രൂപ്പിലേക്ക് മാറ്റുന്നു, ദാറ്റ് ഈസ് ഫൈലം. Based on the common features like presence of notochord and dorsal hollow neural system are included in phylum Chordata. ഓക്കെ, അതുകൊണ്ടാണ് ഈ ഫൈലത്തിൽ നമ്മൾ ഇവയൊക്കെ നമ്മൾ എന്ത് ഫൈലം കോർഡേറ്റ എന്ന് പറഞ്ഞത്. ഡിഫറെൻറ്റ് ഫൈലം ഉണ്ട്, അതിൽ ഫൈലം കോർഡേറ്റയിലാണ് നമ്മുടെ ആംഫിബിയൻസും റെപ്റ്റൈൽസും ഒക്കെ വരുന്നത്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഇതൊന്ന് മനസ്സിലാക്കുക. നിങ്ങൾ അടുത്തടുത്ത ലെവലിൽ അടുത്തടുത്ത ചാപ്റ്ററിലോട്ട് പോകുമ്പോൾ, നെക്സ്റ്റ് ചാപ്റ്റേഴ്സിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അത് കൂടുതലായിട്ട് മനസ്സിലാവും. ഓക്കെ, നിങ്ങൾ ഓരോ ക്ലാസ്സും ഫൈലവും കിങ്ഡോ ഒക്കെ നിങ്ങൾ ഓരോ ആനിമൽസിൻ്റെയും പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നന്നായിട്ട് ഇത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വൺ ഈസ് കിങ്ഡം. All animals belong to various phyla are assigned to the highest category called kingdom. അപ്പോൾ എല്ലാ ആനിമൽസിനെയും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോരോ ഫൈലത്തിലേക്കാക്കി മാറ്റി ആണല്ലോ. അപ്പോൾ ഈ എല്ലാ ഫൈലം ഓരോരോ ഡിഫറെൻറ്റ് ഫൈലം ഉണ്ട് കേട്ടോ, ഓരോ ക്യാരക്ടേഴ്സ് അനുസരിച്ച് ഡിഫറെൻറ്റ് ഫൈലം ഉണ്ട്. സെയിം ക്ലാസ് എല്ലാം കൂടെ ഉൾപ്പെടുത്തി നമ്മളൊരു ഫൈലം, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ഫൈലംസ് ഉണ്ട്. ഈ ഫൈലംസ് എല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ ആനിമൽസിൻ്റെയും ഫൈലത്തിനെ ഒരു കിങ്ഡത്തിലേക്ക് മാറ്റുന്നു അല്ലേ. അതുപോലെ തന്നെ പ്ലാന്റ്, എല്ലാ ഡിവിഷൻസ് ഓഫ് പ്ലാന്റ്സും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫൈലം എന്നല്ല കേട്ടോ, പ്ലാന്റ്സിൻ്റെ കേസിൽ ഡിവിഷൻസ് എന്നാണ് പറയുക, ഡിവിഷൻ എന്നാണ് പറയുക. അപ്പോൾ അത് ആ ഡിവിഷൻസ് എല്ലാം കൂടെ ചേർന്ന് നമ്മളൊരു കിങ്ഡത്തിലേക്ക് ആക്കി വരുന്നത്. അപ്പം all animals belonging to various phyla are assigned to the highest category called kingdom Animalia in the classification system of animals. The kingdom Plantae, on the other hand, is distinct and comprises all plants from various divisions. മനസ്സിലാക്കുക,
അനിമേലിയ എന്ന് പറയുന്ന കിങ്ഡം, അതായത് ഓൾ ആനിമൽസിനെ ഉൾപ്പെടുന്ന കിങ്ഡമാണ് അനിമേലിയ. അതുപോലെ തന്നെ എല്ലാ പ്ലാന്റിനെ ഉൾപ്പെടുന്ന കിങ്ഡമാണ് കിങ്ഡം പ്ലാന്റേ. is distinct and comprises all plants from various divisions. Henceforth, we will refer to these two groups as animal and plant kingdoms. Okay, animal and plant kingdoms ആയിട്ട് മാറ്റും. The taxonomic categories from species to kingdom have been shown in ascending order, starting with the species in figure 1.1. അതായത് 1.1 എന്ന് പറയുന്നത് നിങ്ങളുടെ പിക്ചറിൽ അതിൻ്റെ ഒരു ഓർഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. ഒരു അസെൻഡിങ് ഓർഡറിൽ നിങ്ങളുടെ ആ ഒരു ടാക്സോണമിക് കാറ്റഗറീസ് കാണിക്കുന്നതാണത്. സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം ഓർ ഡിവിഷൻ, ദെൻ കിങ്ഡം. ദാറ്റ് ഈസ് അസെൻഡിങ് ഓർഡർ. സ്മോളസ്റ്റ് ടു ബിഗസ്റ്റിലേക്ക് നമ്മളത് കാണിക്കുന്നതാണ്. നിങ്ങൾക്കത് പഠിച്ച് അടുത്തടുത്ത ഓരോരോ ഇതിലേക്ക് വരുന്നവരെ നിങ്ങൾക്ക് കൂടുതലായിട്ടത് മനസ്സിലാവും. നിങ്ങൾക്ക് ഈ ഒരു ബേസ് നിങ്ങൾക്ക് കിട്ടിയാൽ മാത്രമേ ഇനി അങ്ങോട്ടുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യുള്ളൂ. അപ്പോൾ നന്നായിട്ടത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്തടുത്ത ഇതിലോട്ട് പോകുമ്പോൾ ഇന്ന കാറ്റഗറീസ്, നിങ്ങൾ സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ എന്നൊക്കെ പറഞ്ഞത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. However, taxonomists have also developed some categories in this hierarchy to facilitate more sound and scientific placement of various taxa. For example, as we go higher from species to kingdom, the number of common characteristics goes on decreasing. Isn't it? അല്ലേ? അതായത് നമ്മൾ സ്പീഷീസിൽ നിന്ന് നമ്മൾ കിങ്ഡത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെ കോമൺ ക്യാരക്ടേഴ്സ് കുറഞ്ഞു വരുവാണ് അല്ലേ? Lower the taxa, more are the characteristics that are members within the taxon share. Higher the category, greater is the difficulty of determining the relationship to other taxa. That is, taxa നിങ്ങൾക്ക് അറിയാമല്ലോ, ടാക്സ് നമ്മൾ ഓരോരോ കാറ്റഗറിയാണ് കേട്ടോ. അത് നമ്മുടെ ഫൈലം, ക്ലാസ്, ജീനസ്, സ്പീഷീസ് എല്ലാം ഓരോ ടാക്സാണ് അറ്റ് ദ സെയിം ലെവൽ. Hence, the problem of classification becomes more complex. നിങ്ങളുടെ ടെക്സ്റ്റിൽ കാറ്റഗറീസിനെ ഡിസ്പ്ലേ ചെയ്യുന്നൊരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് നോക്കുക, നന്നായിട്ട് മനസ്സിലാക്കുക. മാൻ്റെ മാത്രം പറഞ്ഞുതരാം. മാൻ ഹോമോസാപ്പിയൻസ് എന്ന് പറഞ്ഞ ബയോളജിക്കൽ നെയിം, ദാറ്റ് ഈസ് ബൈനോമിയൽ നോമൻക്ലേച്ചർ. അതിൽ ജീനസ് ഹോമോയാണ്, സാപ്പിയൻസ് സ്പീഷീസ് ആണ് കേട്ടോ. അതിൽ ഫാമിലി ഹോമിനിഡേ എന്ന് പറയുന്ന ഫാമിലിയിൽ വരുന്നു. ഓർഡർ പ്രൈമേറ്റ, ക്ലാസ് മമേലിയ, അതിൻ്റെ ഫൈലം അല്ലെങ്കിൽ ഡിവിഷൻ എന്ന് പറയുന്നത് കോർഡേറ്റയാണ്. എന്നാൽ അതേസമയം നോക്കൂ, ഹൗസ് ഫ്ലൈ ബയോളജിക്കൽ നെയിം മസ്ക ഡോർനെസ്റ്റിക്കാണ്, അതിൻ്റെ ജീനസ് മസ്കയാണ്, ഫാമിലി മസ്ഡിയെ ആൻഡ് ഓർഡർ ഡിപ്റ്ററ, ദെൻ ക്ലാസ് ഇൻസെക്റ്റ്, അവ ആർത്രോപോഡ എന്ന് പറയുന്ന ഫൈലത്തിലാണ് വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾ സ്പെഷ്യലൈസ്ഡ് ഓരോ ചാപ്റ്ററിലും പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത് നന്നായിട്ട് മനസ്സിലാവും. ദെൻ മാംഗോ നോക്കിയേ, മാംഗോ മാഞ്ചിഫറ ഇൻഡിക്കയാണ് അതിൻ്റെ ബയോളജിക്കൽ നെയിം, ജീനസ് നെയിം മാഞ്ചിഫറ, ഫാമിലി അനക്കാർഡിയേസി ആണ്, ഓർഡർ എന്ന് പറയുന്നത് സാപ്പിനിഡെയിൽസ് ആണ്, ക്ലാസ് ഡൈക്കോഡ്ലിഡോണെ, ദെൻ ഫൈലം അല്ലെങ്കിൽ ഡിവിഷൻ എന്ന് പറയുന്നത് ആൻജിയോസ്പെർമയാണ്. ഓക്കെ, ദെൻ വീറ്റ് എടുക്കുമ്പോഴത്തേക്ക് ട്രൈറ്റിക്കം ഈസ്റ്റീവാണ് ബയോളജിക്കൽ നെയിം, ജീനസ് ട്രൈറ്റിക്കം, ഫാമിലി പോയേസിയെ, ഓർഡർ പോയിൽസ്, ദെൻ ക്ലാസ് മോണോകോട്ലിഡേനെ ആൻഡ് ഫൈലം എന്ന് പറയുന്നത് ആൻജിയോസ്പെർമെ. ഓക്കെ, നമ്മൾ നോക്കിയേ, ഈ ആൻജിയോസ്പെർം ഒരു ഫൈലം ആണ് അല്ലേ. ഇത് ഒരു ആനിമൽ കിങ്ഡത്തിലേക്ക് പ്ലാന്റ് കിങ്ഡത്തിലേക്ക് മാറുന്നു. ദെൻ കോർഡേറ്റ, ആർത്രോപോഡ ഇതൊക്കെ എന്ത് ചെയ്യുന്നു, അനിമേലിയ എന്ന് പറയുന്ന കിങ്ഡത്തിലേക്ക് മാറുന്നു. ഓക്കെ, ജസ്റ്റ് നിങ്ങളത് മനസ്സിലാക്കുക. നിങ്ങൾ സയൻറ്റിഫിക് നെയിം പഠിക്കുക, അതിൻ്റെ ജീനസ് നെയിം, സ്പീഷീസ് നെയിം, ഫാമിലി, ഓർഡർ, ക്ലാസ് ഒക്കെ അതിൽ വരുന്നു. ദെൻ ഹയർ ക്ലാസ്സിലോട്ടൊക്കെ പോകുമ്പോൾ നിങ്ങൾ സ്പെഷ്യലൈസ്ഡ് ഓരോന്നിനെയും ഡിഫൈൻ ചെയ്ത് എഴുതേണ്ടി വരും. നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾ പിക്ചേഴ്സ് വരയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾ ഇത് ഓൾറെഡി എഴുതി പോകണം. ഓരോ ആനിമൽ അല്ലെങ്കിൽ ഒരു പ്ലാന്റിൻ്റെയും പിക്ചേഴ്സ് വരയ്ക്കുമ്പോൾ അത് ഇന്ന ക്ലാസ്സിലാണ്, ഓർഡറിലാണ്, ഫാമിലിയിലാണ് വരുന്നത് നമ്മൾ സ്പെസിഫൈ ചെയ്ത് എഴുതേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കി തന്നെ നന്നായിട്ട് പഠിക്കുക. ഇനി ടാക്സോണമിക് എയ്ഡ്സ് കൂടെയാണ് ഇതിൽ പഠിക്കാനായിട്ടുള്ളത്. നമുക്കറിയാം ടാക്സോണമിക് എയ്ഡ്സ് എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ എന്താണ്, ഡിഫറെൻറ്റ് വേരിയസ് സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ്, ആനിമൽസ് ആൻഡ് അതർ ഓർഗാനിസംസ് ആർ യൂസ്ഫുൾ ഇൻ അഗ്രികൾച്ചർ. അത് നമ്മൾ ടാക്സോണമിക്കൽ സ്റ്റഡീസ് നമുക്ക് അഗ്രികൾച്ചറായിട്ടും ഫോറസ്ട്രി, ഇൻഡസ്ട്രി ആൻഡ് ഇൻ ജനറൽ ഇൻ നോയിങ് അവർ ബയോ റിസോഴ്സ് ആൻഡ് ദെയർ ഡൈവേഴ്സിറ്റി. ദീസ് സ്റ്റഡീസ് വുഡ് റിക്വയർ correct classification and identification of organisms. Identification of organisms require intensive laboratory and field studies. The collection of actual specimens of plant and animal species is essential and is the prime source of taxonomic studies.
These are also fundamental to studies and essential for training in systematics. It is used for classification of an organism, and the information gathered is also stored along with the specimens. In some cases, the specimen is preserved for future studies. ഇസിൻറ്റ് ഇറ്റ്? അപ്പോൾ നമുക്കറിയാം നമ്മുടെ സ്കൂളിൽ അല്ലെങ്കിൽ നമ്മുടെ കോളേജിലൊക്കെ പോകുമ്പോൾ നമുക്കറിയാം നമുക്ക് ഓരോരോ സ്പെസിമെൻസിൻ്റെ കളക്ഷൻ കാണും, ഓരോ പ്ലാന്റ്സിൻ്റെയൊക്കെ ഡിഫറെൻറ്റ് പ്ലാന്റ്സ് അവരുടെ സയൻറ്റിഫിക് നെയിം. അപ്പം നമുക്ക് അങ്ങനെ നമുക്ക് അത് മാത്രമല്ല, അഗ്രികൾച്ചർ ഫീൽഡായാലും ഫോറസ്ട്രി ഫീൽഡായാലും ഇൻഡസ്ട്രിയൽ ഫീൽഡായാലും നമുക്ക് ഇവയുടെയൊക്കെ യൂസ് വളരെ വലുതാണ്. നമ്മളിങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഇങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റിൽ നമ്മളിങ്ങനെ ഹൈറാർക്കിക്കൽ ഓർഡറിൽ റിപ്രസെൻറ്റ് ചെയ്യുന്നതോടെ നമുക്ക് നമ്മുടെ എന്താണ് പഠിക്കാനുള്ള അല്ലെങ്കിൽ നമ്മുടെ കണ്ടുപിടുത്തത്തിനുള്ള എളുപ്പമാർഗ്ഗമായിട്ടാണ് നമ്മൾ കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടാക്സോണമിക്കൽ എയ്ഡ്സ് നമുക്ക് നോക്കാം. ഹെർബേറിയം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഹെർബേറിയം എന്ന് പറയുന്നത്, നമുക്ക് ഹെർബേറിയം എന്താണെന്ന് നോക്കാം. ഹെർബേറിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെർബേറിയം ഈസ് എ സ്റ്റോർ ഹൗസ് ഓഫ് കളക്റ്റഡ് പ്ലാന്റ് സ്പെസിമെൻസ് ദാറ്റ് ആർ ഡ്രൈഡ്, പ്രസ്ഡ് ആൻഡ് പ്രിസർവ്ഡ് ഓൺ ഷീറ്റ്. നമ്മൾ ഷീറ്റിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ നല്ല ഡ്രൈ ആയിട്ട് പ്രസ് ചെയ്ത് പ്രിസർവ് ചെയ്ത് വെക്കുന്നതിനാണ് ഹെർബേറിയം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് പ്ലാന്റ് സ്പെസിമെൻ ആണ് കേട്ടോ അങ്ങനെ വെക്കുക. Then further these sheet are arranged according to a universally accepted system of classification. നമ്മൾ ഈ ക്ലാസിഫിക്കേഷനൊക്കെ പഠിച്ചില്ലേ, അതനുസരിച്ച് നമ്മൾ അതിൻ്റെ ഓർഡറിൽ ഓരോ പ്ലാന്റിൻ്റെ സ്പെസിമെനെയും ഡ്രൈ ചെയ്ത് അതായത് ഷീറ്റിലാക്കിയിട്ട് അതിൻ്റെ ഉള്ള ജലാംശവും ഒക്കെ നഷ്ടപ്പെടുത്തി നല്ല ഡ്രൈ ചെയ്ത് പ്രസ് ചെയ്ത് വെക്കുന്ന ഒരു ഷീറ്റ് ഉണ്ട് കേട്ടോ. ആ ഷീറ്റിലാണ് അങ്ങനെ പ്രസ് ചെയ്ത് വെക്കുന്നത്, അതിനാണ് ഹെർബേറിയം എന്ന് പറയുന്നത്. ദീസ് സ്പെസിമെൻസ് along with their descriptions on herbarium sheets become a storehouse or റീപോസിറ്ററി ഫോർ ഫ്യൂച്ചർ യൂസ്. ഇത് ശരിക്കും നമ്മൾ കളക്ട് ചെയ്യുന്ന ഫ്യൂച്ചർ യൂസിന് വേണ്ടിയിട്ടാണ്. കാലം കഴിയുന്തോറും നമുക്ക് ഇന്ന പ്ലാന്റ് അല്ലെങ്കിൽ ഇന്ന ഇതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നതിന് വേണ്ടിയിട്ടാണ്, അതിൻ്റെ ക്യാരക്ടേഴ്സ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ദ ഹെർബേറിയം ഷീറ്റ് ഓൾസോ ക്യാരി എ ലേബൽ പ്രൊവൈഡിങ് ഇൻഫർമേഷൻ അബൌട്ട് ഡേറ്റ് ആൻഡ് പ്ലേസ് ഓഫ് കളക്ഷൻ. അതിൽ നമ്മൾ ഡേറ്റും പ്ലേസ് ഓഫ് കളക്ഷനും എൻ്റെ ഇംഗ്ലീഷ് നെയിം, ലോക്കൽ ആൻഡ് ബൊട്ടാണിക്കൽ നെയിംസ്, ഫാമിലി, കളക്ടേഴ്സ് നെയിംസ് ഒക്കെ ഡിനോട്ട് ചെയ്തിട്ട് വയ്ക്കും എക്സെട്ര. ഹെർബേറിയം ആൾസോ സെർവ് ആസ് ക്വിക്ക് റെഫറൽ സിസ്റ്റം ഇൻ ടാക്സോണമിക്കൽ സ്റ്റഡീസ്. നമുക്ക് പെട്ടെന്നൊരു ടാക്സോണമിക്കൽ സ്റ്റഡീസിൽ പെട്ടെന്നൊരു റെഫറൽ സിസ്റ്റമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഹെർബേറിയാണ്. ഓക്കെ, ഹെർബേറിയാണ് നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇത് എവിടെ നിന്ന് കളക്ട് ചെയ്ത ആളിൻ്റെ പേര്, ഇന്ന സ്പീഷീസ് ആണോ കാറ്റഗറി ആണോ എല്ലാം നമ്മൾ ഡിനോട്ട് ചെയ്തിട്ട് ആ പ്ലാന്റിൻ്റെ ആ ഒരു ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഹെർബേറിയം ഷീറ്റിലാക്കി ഡ്രൈ ചെയ്ത് നമ്മൾ പ്രിസർവ് ചെയ്ത് സൂക്ഷിക്കുന്നതാണ്. ദാറ്റ് ഈസ് ഹെർബേറിയം. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു ജസ്റ്റ് ഒരു ഇമേജ് കാണാൻ കഴിയുന്നുണ്ടാവും. ഹെർബേറിയം ഷോയിങ് സ്റ്റോർഡ് സ്പെസിമെനായിട്ട് സൂക്ഷിക്കുന്നത് നിങ്ങൾക്ക് ഉണ്ടാവും. ഇത് നിങ്ങൾക്ക് നമ്മുടെ ഫർദർ യൂസിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ സൂക്ഷിക്കുന്നത്. ദെൻ ബൊട്ടാണിക്കൽ ഗാർഡൻസ് ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ. ദീസ് സ്പെഷ്യലൈസ്ഡ് ഗാർഡൻസ് ഹാവ് എ കളക്ഷൻസ് ഓഫ് ലിവിങ് പ്ലാന്റ്സ് ഫോർ റെഫറൻസ്. ഓക്കെ, പ്ലാന്റ് സ്പീഷീസ് ഇൻ ദീസ് ഗാർഡൻസ് ആർ ഗ്രോൺ for identification purposes and each plant is labeled indicating its botanical or scientific name and its family. The famous botanical gardens are at Kew, England, Indian Botanical Garden ഉണ്ട്, ഹോറ ഉണ്ട് ഇന്ത്യയിൽ, അറ്റ് നാഷണൽ ബൊട്ടാണിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ലക്നൗ, ഇന്ത്യയിൽ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ബൊട്ടാണിക്കൽ ഗാർഡൻസ് മനസ്സിലാക്കുക. ബൊട്ടാണിക്കൽ ഗാർഡനിൽ സ്പെഷ്യൽ ആയിട്ടുള്ള പ്ലാന്റ്സിന് നമുക്ക് കാണാൻ കഴിയുന്നു. അതിൽ അവരുടെ ഫാമിലി നെയിമും ഓർഡർ നെയിമും ജീനസ് നെയിമും ഒക്കെ എഴുതി അവർ സ്പെഷ്യലൈസ് ചെയ്ത് അതിൽ ഒരേ പ്ലാന്റിലും അത് ലേബിൾ ചെയ്തിട്ടുണ്ടാവും. ദാറ്റ് ഈസ് ബൊട്ടാണിക്കൽ ഗാർഡൻസ്. Then museum. In biological museums are generally set up in educational institutes such as schools and colleges. അല്ലേ, നമ്മുടെ സ്കൂളുകളിലൊക്കെ തന്നെ നമുക്കൊരു ചെറിയ മ്യൂസിയം ഒക്കെ കാണാൻ കഴിയും. മ്യൂസിയംസ് ഹാവ് കളക്ഷൻസ് ഓഫ് പ്രിസർവ്ഡ് പ്ലാന്റ് ആൻഡ് ആനിമൽ സ്പെസിമെൻസ് ഫോർ സ്റ്റഡി ആൻഡ് റെഫറൻസസ്. നമുക്കറിയാമല്ലോ, നമുക്ക് നമ്മുടെ സ്കൂളുകളിൽ തന്നെ കാണാൻ കഴിയും സ്പെസിമെൻസ് നമ്മൾ കളക്ട് ചെയ്ത് നമ്മൾ ഇതിലൊക്കെ വെച്ച് സൂക്ഷിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പ്രിസർവ് ചെയ്ത് വെക്കുന്നത് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും. സ്പെസിമെൻസ് ആർ പ്രിസർവ്ഡ് ഇൻ ദ കണ്ടെയ്നേഴ്സ് ഓർ ജാർസ് ഇൻ പ്രിസർവേറ്റീവ് സൊല്യൂഷൻസ്. അല്ലേ, പ്രിസർവേറ്റീവ് സൊല്യൂഷൻസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ പ്ലാന്റും ആനിമൽസും ഒക്കെ നമ്മളൊരു പോട്ടിലാക്കി വെച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു ഗ്ലാസ് പോട്ടിൽ. പ്ലാന്റ് ആൻഡ് ആനിമൽ സ്പെസിമെൻസ് മേ ഓൾസോ ബി പ്രിസർവ്ഡ് ആസ് ഡ്രൈ സ്പെസിമെൻസ്. ചില ആനിമലും പ്ലാന്റും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡ്രൈ ആയിട്ട് സ്പെസിമെൻസ് ആയിട്ട് സൂക്ഷിക്കാറുണ്ട്. ഇൻസെക്ട്സ് ആർ പ്രിസർവ്ഡ് ഇൻ ഇൻസെക്ട്സ് ബോക്സസ് ആഫ്റ്റർ കളക്ടിങ്, കില്ലിംഗ് ആൻഡ് പിന്നിങ്. ലാർജർ ആനിമൽസ് ലൈക്ക് ബേർഡ്സ് ആൻഡ് മാമൽസ് ആർ യൂഷ്വലി സ്റ്റഫ്ഡ് ആൻഡ് പ്രിസർവ്. സാധാരണ ലാർജർ ആനിമൽസിനെയും ലൈക്ക് ബേർഡ്സ്, മാമൽസ് ഒക്കെ നമ്മൾ ശരിക്കും സ്റ്റഫ് ചെയ്തിരിക്കും. നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവുമല്ലോ, അതിനകത്തുള്ള അതിൻ്റെ മാംസമായിട്ടുള്ള എല്ലാ പോർഷൻസും എടുത്ത് മാറ്റിയിട്ട്
അതിനെ സ്റ്റഫ് ചെയ്ത്, ദറ്റ് മീൻസ് അതുപോലെ തന്നെ അതിൻ്റെ ബോഡിക്കകത്ത് ചെറിയ നമ്മുടെ ഇനോർഗാനിക് ആയിട്ടുള്ള നമ്മുടെ പഞ്ഞിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കയറ്റി നമ്മളതിനെ ശരിക്കും ഒരു ജീവനുള്ള ആനിമലിനെ പോലെ തന്നെ ആക്കി വെക്കും. ദറ്റ് ഈസ് നമ്മളതിനെ അങ്ങനെ സ്റ്റഫ് ചെയ്ത് പ്രിസർവ് ചെയ്യുന്നതാണ്. കാരണം അതിൻ്റെയുള്ള നമുക്കറിയാം നമ്മുടെ ആനിമൽസിൻ്റെയൊക്കെ പുറമെന്ന് പറയുന്നത് വെറ്റീസ് അത് അധികം പെട്ടെന്ന് നശിച്ചു പോകുന്ന ഒന്നല്ല. അപ്പോൾ അതിനകത്തുള്ള ജലാംശം അല്ലെങ്കിൽ അതിനകത്തുള്ള മാംസത്തിൻ്റെ ആ ഒരു ഭാഗങ്ങളൊക്കെ നമ്മളെടുത്ത് മാറ്റിയതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് വേറെ കുറച്ച് പഞ്ഞിയോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഐറ്റംസൊക്കെ നമ്മൾ അതിനകത്ത് കയറ്റിയിട്ട് നമ്മളതിനെ സ്റ്റഫ് ചെയ്ത് പ്രിസർവ് ചെയ്യാറുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് അങ്ങനെ നമ്മൾ സാധാരണ ആനിമൽസിൻ്റെയും ലൈക്ക് ബേർഡ്സിനെയൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. മ്യൂസിയംസ് ഓഫ്റ്റൻ ഹാവ് കളക്ഷൻസ് ഓഫ് സ്കെലറ്റൺ ഓഫ് ആനിമൽസ്. നമുക്കറിയാം മ്യൂസിയത്തിനകത്തൊക്കെ നമ്മൾ സ്കെലറ്റൺ അല്ലെ അസ്ഥികൂടമൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് വെക്കുന്നത്, അനിമൽസിൻ്റെയൊക്കെ അസ്ഥികൂടങ്ങൾ നമ്മൾ കളക്ട് ചെയ്ത് വെക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. സോ ദാറ്റ് ഈസ് മ്യൂസിയം. ഇറ്റ് ഈസ് ടാക്സോണമിക്കൽ എയ്ഡ്സ് ആണ് കേട്ടോ. നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡൻ പറഞ്ഞു, മ്യൂസിയം പറഞ്ഞു, ഹെർബേറിയം പറഞ്ഞു, അടുത്ത് സുവോളജിക്കൽ പാർക്സ്. These are the places where wild animals are kept in protected environments under human care and which enable us to learn about their foods, habits and behavior. All animals in a zoo are provided as far as possible the conditions similar to their natural habitats. അപ്പോൾ സുവോളജിക്കൽ പാർക്സ് എന്ന് പറയുമ്പോൾ അറിയാം നമ്മുടെ അതിൻ്റെ ബിഹേവിയറും അതിൻ്റെ ഫുഡ് ഹാബിറ്റ്സും ഒക്കെ മനസ്സിലാക്കി ഒരു മനുഷ്യൻ്റെ കെയറിൽ നമ്മളതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് സുവോളജിക്കൽ പാർക്സിൽ നടക്കുക. അപ്പോൾ നമുക്ക് സുവോളജിക്കൽ പാർക്സ് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും, അത് മനസ്സിലാക്കുക. അപ്പോൾ സുവോളജിക്കൽ പാർക്സ് ഒരു ടാക്സോണമിക്കൽ എയ്ഡ്സ് ആണ്. ഓക്കെ, ജസ്റ്റ് വൺ ഈസ് കീ. നമുക്ക് കീ എന്താണെന്ന് നോക്കാം. കീ ഈസ് അനദർ ടാക്സോണമിക്കൽ എയ്ഡ് ആണ്.